الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. നമുക്ക് സൂറത്ത് തൗബ സൂക്തം 41. أعوذ بالله من الشيطان الرجيم. انفروا خفافا وثقالا وجاهدوا بأموالكم وأنفسكم في سبيل الله ذلكم خير لكم إن كنتم تعلمون. ഇൻഫിറു, നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുക. ഖിഫാഫൻ, ഭാരം കുറഞ്ഞവരായി. വസിഖാലൻ, ഭാരം കൂടിയവരായും. വജാഹിദു, എന്നിട്ട് നിങ്ങൾ ജിഹാദ് ചെയ്യുക. ബി അംവാലിക്കും, നിങ്ങളുടെ മുതലുകളുമായി. വഅൻഫുസിക്കും, നിങ്ങളുടെ ശരീരങ്ങളുമായും. ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ദാലിക്കും ഖൈറുൽ ലക്കും, അതത്രേ നിങ്ങൾക്ക് ഉത്തമം. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ. ഒന്നുകൂടെ അർത്ഥം പറയാം. ഇൻഫിറു ഖിഫാഫൻ വസിഖാലൻ. ഇൻഫിറു, നിങ്ങൾ പുറപ്പെടുക, യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുക. ഖിഫാഫൻ, ഭാരം കുറഞ്ഞവരായി. ഖഫീഫ്, അതിൻ്റെ ബഹുവചനമാണ് ഖിഫാഫ്. ഖഫീഫ്, ഖിഫാഫ്. സിഖാല്, സഖീൽ എന്നുള്ളതിൻ്റെ, സിഖൽ പറഞ്ഞാൽ ഭാരം എന്നാണ്. സഖീൽ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സിഖാല്, ഭാരം കൂടിയവർ. വജാഹിദു ബി അംവാലിക്കും അൻഫുസിക്കും, എന്നിട്ട് നിങ്ങളുടെ ദേഹങ്ങൾ കൊണ്ടും നിങ്ങളുടെ മുതലുകൾ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുക, ജിഹാദ് ചെയ്യുക. ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗം. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഉത്തമം. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയല്ലോ, ചില വിശ്വാസ ദൗർബല്യമുള്ള ആളുകൾക്ക് പോലും ഈ പ്രയാസകരമായ സാഹചര്യത്തിൽ തബൂക്ക് എന്ന് പറയുന്ന വിദൂര പ്രദേശത്തേക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു മനസ്സംഘർഷം, പോകാനുള്ളൊരു മടി. അവരിൽ ചിലരൊക്കെ പലതരം ന്യായങ്ങൾ പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയിട്ട് ഒഴിഞ്ഞു മാറി. അതൊക്കെ നമ്മൾ ഈ 38-ാമത്തെ ആയത്തിൽ ഇദാ ഖീല ലക്കും ഉൻഫിറു ഫീ സബീലില്ലാഹി ഇസ്സാഖൽതും ഇലൽ അർള്, അള്ളാഹിൻ്റെ മാർഗത്തിൽ പൊരുതാൻ വേണ്ടി പുറപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഭൂമിയിലേക്ക് ഒട്ടുകയാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതേ വിഷയം മറ്റൊരു രീതിയിൽ പറയുന്നത് ഇൻഫിറു ഖിഫാഫൻ, ഖിഫാഫായിക്കൊണ്ട്. ഖഫീഫ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഖിഫാഫ്, ഭാരം കുറഞ്ഞവർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വളരെ വേഗം പുറപ്പെടാൻ കഴിയുന്നവരായിക്കൊണ്ട്, അതിദ്രുതം, അതിവേഗം നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഖിഫാഫ്, അതിവേഗം യുദ്ധത്തിന് പുറപ്പെടണം എന്നാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനമായി പണ്ഡിതന്മാർ പറഞ്ഞത്. പിന്നെ സിഖാലൻ, സിഖാൽ എന്ന് പറഞ്ഞാൽ ഭാരം കൂടിയവരായി എന്ന് പറഞ്ഞാൽ യുദ്ധമുന്നണിയിൽ ഉറച്ചു നിൽക്കുന്നവരായിക്കൊണ്ട്, വളരെ വേഗം യുദ്ധമുന്നണിയിൽ ഉറച്ചു നിൽക്കുന്നവരായിക്കൊണ്ട്. ഭാരം തൂങ്ങിയവർ എന്ന് പറഞ്ഞാൽ അതാണ്. അത്തരത്തിൽ നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടണം എന്നതാണ് ഇൻഫിറു ഖിഫാഫൻ വസിഖാലൻ. പിന്നെ ഖിഫാഫൻ വസിഖാലൻ എന്നുള്ളതിന് മറ്റു പലതരം വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി തഫ്സീറുകളിൽ ഉണ്ട്. അതിലൊന്ന് ഫിൽ മൻഷത്തി വൽ മക്റഹ്, നല്ല ആവേശമുള്ളപ്പോഴും പ്രയാസമുള്ളപ്പോഴും, അങ്ങനെയുള്ള സന്ദർഭത്തിലും പുറപ്പെടണം. കുഹൂലൻ വ ഷബാബൻ, ഷബാബൻ, അത് യുവാക്കളാണെങ്കിലും ശരി പ്രായമുള്ളവരാണെങ്കിലും ശരി, യുദ്ധത്തിന് ആഹ്വാനം ഉണ്ടായ പുറപ്പെടുക തന്നെ. ഫിൽ ഉസ്രി വൽ യുസ്ർ,
സൗകര്യമുള്ളാകുമ്പോഴും സൗകര്യമില്ലാത്തപ്പോഴും, ആശ്വാസമുള്ളപ്പോഴും പ്രയാസമുള്ളപ്പോഴും, അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെടണം എന്നാണ് ഖിഫാഫൻ വ സിഖാല. ത്വൽഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് പ്രായമായിട്ടുണ്ട്. ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു, സ്വർഗം കൊണ്ട് വാഗ്ദാനം അറിയിക്കപ്പെട്ട മഹാനാണ്. അദ്ദേഹം കുറച്ച് പ്രായമായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഒരു യുദ്ധാഹ്വാനമുണ്ടായി. അപ്പോൾ അദ്ദേഹം ഈ ആയത്ത് ഓതി നോക്കുമ്പോൾ വജാഹിദു ബി അംവാലിക്കും വ അൻഫുസിക്കും ഫീ സബീലില്ലാഹി ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹ് നമ്മളോട് ആവശ്യപ്പെടുന്നത് യസ്തംഫിറുന, നമ്മളോട് പോകാൻ ആവശ്യപ്പെടുന്നു, ശുയൂഖൻ വ ശബാബൻ, അത് ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ഒക്കെയാണ് പുറപ്പെടുക. ഖിഫാഫ വ സിഖാൽ എന്നുള്ളതിന് അദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ്. ഷുയൂഖ് ആകുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാകും, ഒരു ഭാരം തൂങ്ങിയ മാതിരി മടി ഉണ്ടാകും. ഷബാബൻ എന്ന് പറഞ്ഞാൽ യുവാക്കൾ, പുറപ്പെടാൻ വളരെ എളുപ്പം ആവേശം ഉണ്ടാകും. അങ്ങനെയൊക്കെ പുറപ്പെടാൻ പറഞ്ഞിട്ടില്ലേ? മക്കളോട് ചോദിക്കുക, ഇങ്ങനെയൊക്കെയല്ലേ അള്ളാഹ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും യുദ്ധത്തിന് വരിക. അള്ളാഹ് പറഞ്ഞതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലത്തിൽ യുദ്ധത്തിന് പോകേണ്ടി വന്നപ്പോൾ അദ്ദേഹം പറയാം, ഫഖാല ബനുഹു, അപ്പം മക്കൾ ചോദിച്ചു, ഇർഹമുക, അള്ളാഹ് താങ്കളെ അനുഗ്രഹിക്കട്ടെ, ഖദ് ഗസൗത മഅ റസൂലില്ലാഹി ഹത്താ മാത, അങ്ങ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധം ചെയ്തിട്ടുണ്ടല്ലോ, റസൂൽ മരിക്കുന്നത് വരെ അങ്ങ് യുദ്ധം ചെയ്തിട്ടുണ്ട്, ഒരുപാട് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മഅ അബീബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയും, മഅ ഉമർ റളിയല്ലാഹു അൻഹുമാ, രണ്ടുപേരുടെ കൂടെ നിങ്ങൾ യുദ്ധം ചെയ്തിട്ടില്ലേ? ഇനി നിങ്ങൾ പോകണ്ട, ഫനഹ്നു നഗ്സു അൻക, താങ്കൾക്ക് പകരം ഇനി ഞങ്ങൾ പോയിക്കോളാം എന്ന് മക്കൾ ഉപ്പാനോട്. സ്വാഭാവികമായിട്ടുള്ളൊരു വികാരമാണല്ലോ അത്. നിങ്ങൾ ഇവിടെ പെരയിൽ ഇരുന്നോളൂ, നിങ്ങൾ റസൂലിൻ്റെ കൂടെ യുദ്ധം ചെയ്തിരിക്കുന്നു, സിദ്ദീഖുൽ അക്ബറിൻ്റെ കൂടെ യുദ്ധം ചെയ്തിരിക്കുന്നു, ഉമർ ഖത്താബിൻ്റെ കൂടെ യുദ്ധം ചെയ്തിരിക്കുന്നു, ഇനി ഞങ്ങൾ പോയിക്കോളാം, ഞങ്ങൾ മക്കളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വാപ്പ സമ്മതിച്ചില്ല. റക്കിബൽ ബഹ്റ, എന്നിട്ട് കടൽ നാവികസേനയിലാണ് ചേരുന്നത്. കപ്പലിൽ കയറി, കപ്പലിൽ വെച്ച് അദ്ദേഹം പ്രായം കൂടിയ ആളാണ് മരിച്ചിട്ട് അദ്ദേഹത്തെ 7 ദിവസം കപ്പൽ കൊണ്ടു നടക്കേണ്ടി വന്നു, ഒരു കര കാണാൻ വേണ്ടിയിട്ട്, കബറെടുക്കാൻ എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. എന്നാൽ പറഞ്ഞ വിഷയം എന്താണ്? ഖുർആനിൽ ഈ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ സൈനികരോട് ആവശ്യപ്പെടുമ്പോൾ, സന്നദ്ധരാകാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ, പ്രായമേറെയായ ത്വൽഹ റളിയല്ലാഹു അൻഹു അള്ളാഹ് ആവശ്യപ്പെട്ടത് യുദ്ധത്തിന് പോകാനാണ്, ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പുറപ്പെടുക. ഖുർആനിലെ കൽപ്പനകൾ അവർ അത്തരത്തിലാണ് സ്വീകരിച്ചിരുന്നത് എന്നാണ്. അങ്ങനെ വേറെ ഒരുപാട് സംഭവങ്ങൾ ഈ ആയത്തിൻ്റെ വിശദീകരണമായിക്കൊണ്ട് തഫ്സീറുകളിലുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ വിശദീകരിക്കണം, ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് മതിയാക്കാം. ഇൻഫിറു ഖിഫാഫൻ, ഖിഫാഫ് പറഞ്ഞപ്പോൾ എന്താ വാക്കിനർത്ഥം എന്താണ്? ഖഫീഫ്, ഭാരം കുറഞ്ഞവർ. അതിന് യുവാക്കൾ എന്നർത്ഥം പറഞ്ഞവരുണ്ട്, നല്ല സൗകര്യമുള്ളപ്പോൾ എന്നർത്ഥം പറഞ്ഞവരുണ്ട്, സന്തോഷമുള്ളപ്പോൾ എന്നർത്ഥം പറഞ്ഞവരുണ്ട്. സിഖാലൻ, ഭാരം കൂടിയവർ എന്ന് പറഞ്ഞാൽ യുദ്ധമുന്നണിയിൽ ഉറച്ചു നിൽക്കുന്നവർ, അത് ചെറുപ്പക്കാരെന്നർത്ഥം പറഞ്ഞവരുണ്ട്. അതേമാതിരി തന്നെ സൗകര്യമുള്ളപ്പോൾ എന്നർത്ഥം പറഞ്ഞവരുണ്ട്. യുസുർ, സിഖാൽ എന്ന് പറഞ്ഞാൽ യുസുർ, സൗകര്യമുള്ളപ്പോൾ, അങ്ങനെ വിശദീകരിച്ചു. വാക്കിനർത്ഥം ഖിഫാഫ് എന്ന ഭാരം കുറഞ്ഞവർ എന്നും സിഖാല എന്ന് പറഞ്ഞ ഭാരം കൂടിയവർ എന്നുമാണ്. വജാഹിദൂ ബി അംവാലിക്കും, നിങ്ങളുടെ മുതലുകളെ കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക, ജിഹാദ് ചെയ്യുക. എന്താ മുതലുകളെ കൊണ്ട് യുദ്ധം ചെയ്യാൻ എന്നാണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന നൽകുക. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ അവർ പ്രായോഗികമായി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും തമ്മിൽ പലപ്പോഴും ഈ നന്മയുടെ കാര്യത്തിലൊരു മത്സരം ഉണ്ടാകും. ഉമർ ഖത്താബ് വിചാരിക്കും, ഇപ്രാവശ്യം അബൂബക്കർ സിദ്ദീഖിനെ തോൽപ്പിക്കണം, ഞാൻ സംഭാവന കൂടുതൽ കൊടുക്കും. അങ്ങനെ അദ്ദേഹം തനിക്ക് മൊത്തമുള്ള സമ്പത്തിൻ്റെ പകുതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിക്കുക. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? പകുതി ഉണ്ട്, പകുതി ആ യുദ്ധ ഫണ്ടിലേക്ക്.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് അദ്ദേഹം ഫണ്ട് യുദ്ധഫണ്ടിലേക്ക് വലിയ സംഭാവന കൊടുത്തു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ വീട്ടിൽ? ഇനി അള്ളാഹു റസൂലുണ്ട്, ഇനി അള്ളാഹു റസൂലുണ്ട്. അള്ളാഹുവിനെ അങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്, അള്ളാഹുവിനാണ് ഏൽപ്പിച്ചിരിക്കുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അംഗീകരിക്കുകയാണ്. ഇങ്ങനെ പല നന്മകളിലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മത്സരിക്കാൻ ശ്രമിച്ചിട്ട് ഉമർ ഖത്താബ് തന്നെ പറയാ, എനിക്ക് സാധിക്കുന്നില്ല. ഒരിക്കലൊരു പ്രായമായ വീട്ടിൽ, ഒരു പ്രായമായൊരു സ്ത്രീയുടെ വീട്ടിൽ പാല് കറന്നു കൊടുക്കാനും വീട്ടിൽ വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കാനും ഒക്കെ അബൂബക്കർ സിദ്ദീഖായിരുന്നു ചെയ്തു കൊടുത്തിരുന്നത്. ഖലീഫ ആയപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ഒരാളിൻ്റെ അടുത്ത് വരലുണ്ടാവില്ല എന്ന് പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് ഇനി വരലുണ്ടാവില്ല എന്നാൽ ഉമ്മ അങ്ങനെ വിചാരിക്കുമ്പോൾ അന്നും വന്നിരിക്കണം അബൂബക്കർ സിദ്ദീഖ് ഖലീഫയായിട്ട്. എന്താണ് മുറ്റടിച്ചെടുക്കുക, തുണിയാളെ അലക്കി കൊടുക്കുക, ഭക്ഷണത്തിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക. ആര്? ഭരണാധികാരിയെ. നമ്മളവിടെ മാതിരി കാണാൻ കിട്ടാത്ത വിധത്തിൽ മുന്നിലും പിന്നിലും തോക്കുധാരികൾ, വാഹനങ്ങൾ, ആൾക്കാരായിട്ടൊരു ബന്ധമില്ലാത്ത ഭരണാധികാരികളൊന്നും അല്ല അവരൊന്നും, ആൾക്കാരായിട്ട് ബന്ധമുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഈ വൃദ്ധക്ക് എന്നെ സേവനം ചെയ്യാൻ വേണ്ടി ഇന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ, ഇന്ന് ഞാനാ പോകുന്നത് അവർക്ക് വേണ്ട ഒത്താശയൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സുബൈൻ്റെ മുമ്പ് തന്നെ പോയി, മറ്റേയാൾ വരുന്നതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ചെയ്തു കൊടുത്ത് പോരണം. ചെന്ന് ഉമർ ഖത്താബ് അവിടെ എത്തി വേണ്ട ഒത്താശയൊക്കെ ചെയ്യാതെ വിചാരിച്ച് അവിടെ വീട്ടുമുറ്റത്ത് എത്തുമ്പോൾ ഒരാളുണ്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ. അപ്പം അതാരാ നോക്കുമ്പോൾ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാവപ്പെട്ടവരെ സഹായിക്കുക. അപ്പോൾ ഇങ്ങനെ നന്മയുടെ വിഷയത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പലപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മറികടക്കാൻ നോക്കുമ്പോൾ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് പിൽക്കാലത്ത് പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹു തന്നെയാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞതാ, ഒന്നുകൂടി അർത്ഥം പറഞ്ഞ് നമുക്ക് നിർത്താം. ഇംഫിറു നഫറ എന്നാൽ പുറപ്പെട്ടു, ഗൗരവമുള്ളൊരു സംഗതിക്ക് പുറപ്പെടില്ല എന്ന് പറയും. ഇംഫിറു ഖിഫാഫൻ വഖ്തിഖാല, നിങ്ങൾ ഭാരമുള്ളവരായും ഭാരമില്ലാത്തവരായും അല്ലാഹുവിൻ്റെ പുറപ്പെടുക, യുദ്ധത്തിന് പുറപ്പെടുക. വജാഹിദു, നിങ്ങൾ ജിഹാദ് ചെയ്യണം. ബി അംവാലിക്കും അംഫുസിക്കും, നിങ്ങളുടെ മുതലുകളെ കൊണ്ടും. അംഫുസ് എന്ന ശരീരം എന്ന് അർത്ഥം പറയാം, ജീവൻ എന്ന് അർത്ഥം പറയാം, ജീവൻ കൊണ്ടും അല്ലെങ്കിൽ ശരീരങ്ങളെ കൊണ്ടും. ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗ്ഗം. ദാലിക്കും ഖൈറുൽ ലക്കും, അതായിരിക്കും നിങ്ങൾക്ക് ഖൈർ, ഇഹത്തിലും പരത്തിലും ഖൈർ. ഇഹത്തിൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും വിജയത്തിനും, പരത്തിൽ എന്ന് പറഞ്ഞാൽ മരണത്തിൽ യുദ്ധത്തിൽ രക്തസാക്ഷി ആയാലും ഇല്ലെങ്കിലും വലിയ പ്രതിഫലമുള്ള സ്വർഗാർഹരാകുന്ന അമലാണ്. ദാലിക്കും ഖൈറുൽ ലക്കും, അതായിരിക്കും നിങ്ങൾക്ക് ഉത്തമം. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണെങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ മാർഗ്ഗത്തിൽ നിലകൊള്ളാൻ നമ്മൾ തുണക്കുമാറാവട്ടെ. ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.